ക്യാച്ച് ഒന്ന് മാറിയാലോ മാറി മാറി ക്യാച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്യാച്ച് ഒന്ന് മാറിയാലോ മാറി മാറി മാറിയാ ഇവിടെ ഇതാ ഇവിടെ തമ്മയിക്കാൻ ഇവിടെ ഇങ്ങനെ കയറാൻ എങ്ങനെ ഇടിക്കാം ഇതിലെ മാറ്റി എന്താ വേണ്ടി നമുക്ക് ചെയ്യാം നല്ല ശ്രദ്ധിച്ചാൽ കേട്ടോ തിരിഞ്ഞ് കയ്യല്ലോ ഓട്ടോമാറ്റിക് ഓലെ കൈ നമ്മളെ കയ്യിലാണ് ഉണ്ടാവും ഓലെ കൈ നമ്മളെ കയ്യിലാണ് നമ്മളാ പിടിക്കണേ ബാക്കോട്ട് വെച്ചോ ഓക്കെ നേരെ കുറച്ച് അടുത്തില്ല നമ്മൾ ഒന്നും ചെയ്യണ്ടല്ലോ കാലി നോക്കാം മനസ്സിലായി പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ടച്ച് വന്നാൽ ഉടൻ തിരിഞ്ഞോളാം ടച്ച് വന്നിരിക്കേ ടച്ച് വന്നാൽ ഉടൻ തിരിഞ്ഞാലോ ഉടൻ തിരിഞ്ഞാൽ ഓക്കെ ലോക്കായി അല്ലോ നമ്മളെ കൈ മാറ്റി എന്താ വണ്ടി വെച്ചാൽ നമുക്ക് ചെയ്യാം നല്ല ശ്രദ്ധിച്ചാൽ കേട്ടോ ഹലോ അവിടെ ആലോചിക്കേണ്ട ആവശ്യം അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരാൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ക്യാച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ സഡന് ക്യാച്ച് പെട്ടെന്ന് ക്യാച്ച് വന്നേ സ്പീഡ് ക്യാച്ച് ഓട്ടോമാറ്റിക് ഇപ്പൊ ഈ കാണുന്ന വീഡിയോ അതായത് ഇതിന് മുകളിൽ ഞാൻ ഇട്ട ഈ വീഡിയോസിൽ യാദർശികമായിട്ടുള്ള ബൈക്ക് നിർത്തുന്നു അയാളെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ക്യാച്ച് ചെയ്യുന്നു എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതേമാതിരി ഒരു സംഭവം വരുന്ന സമയത്ത് മുമ്പ് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു രക്ഷപ്പെടാൻ. അറിയാത്ത ഒരാളും നമ്മളെ ടച്ച് ചെയ്യാൻ പോലും സമ്മതിക്കാൻ പാടില്ല ക്യാച്ച്. അപ്പോൾ അതാ ക്യാച്ച് ചെയ്യാൻ സമ്മതിക്കാതെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. അഥവാ ബൈ ചാൻസ് ക്യാച്ച് വന്നാൽ ഒന്നുകൂടി ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അത് ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കുക. അപ്പൊ ആ ഒരു ശ്രദ്ധ അവിടെ ഇല്ലാത്തതിനെ കൊണ്ട് ക്യാച്ച് വന്നു. അപ്പൊ ഈ രണ്ട് കൈ സത്യത്തിൽ എന്താണ് ഫ്രീ ആണ്. ഈ കൈ ഫ്രീ ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ക്യാച്ച് ഇത് ബാക്കോട്ട് വലിച്ച് ഊരാണ് ശ്രമിക്കണേ. ഈ ക്യാച്ച് ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഫേസ് കംപ്ലീറ്റ് ഫ്രീ ആണ്. നെക്സ്റ്റ് വൺ കേട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. ആളെ വലിച്ച് ബാക്കോട്ട് അടിക്കുക ഇതൊക്കെ ചെയ്യാം അടിക്കുക എല്ലാം ഇതിൽ ചെയ്യാം. ഇവിടെ കണ്ട വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയില് ഹെഡാണ് ഉപയോഗിച്ചത്. ഇതേമാതിരി ഒരു ഹെഡാണ് ഉപയോഗിച്ചത്. അപ്പൊ ആ ഹെഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളത് ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഹെഡ് വരുന്ന സമയത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ശരി നമ്മൾ തേടിന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറുക എന്നുള്ള. ഹെഡ് വരുന്ന സമയത്ത് തന്നെ ഈ ഭാഗം ഉപയോഗിച്ചാൽ ഒറ്റ തള്ള അടിച്ച് പൊട്ടിക്കുക, നേരെ ബ്രേക്ക് ചെയ്യുക. 1 2 ഉണ്ടോ 2 ബ്രേക്ക്. ഇവിടെ കണ്ട വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയില് ഒരു പെട്ടെന്നൊരു ഹെഡാണ് ഉപയോഗിച്ചത്. ഇതേമാതിരി ഒരു ഹെഡാണ് ഉപയോഗിച്ചത്. അപ്പൊ ആ ഹെഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളത് ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഹെഡ് വരുന്ന സമയത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ശരി നമ്മൾ തേടിന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറുക എന്നുള്ള. ഹെഡ് വരുന്ന സമയത്ത് തന്നെ ഈ ഭാഗം ഉപയോഗിച്ചാൽ ഒറ്റ തള്ള അടിച്ച് പൊട്ടിക്കുക, നേരെ ബ്രേക്ക് ചെയ്യാം. 1 2 ഉണ്ടോ 2 ബ്രേക്ക്. ഒരു സംശയം, നമ്മള് ബാക്കിൽ നിന്ന് ഒരാളെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് എന്താ ചെയ്യാ ഇതിന്റെ രക്ഷപ്പെടാന്? അതെ ക്യാച്ച് ചെയ്തിട്ട് അങ്ങനെ ലോക്ക് ലോക്കായല്ലോ. രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? നല്ല ശ്രദ്ധിക്കേണ്ടത് ക്യാച്ച് വന്നതിന് ശേഷം. അതെ ക്യാച്ച് വന്നതിന് ശേഷം ക്യാച്ച് വന്ന് അപ്പൊ ഈ 2 പൊസിഷനല്ല കൈയിന്റെ ഈ കൈയിന്റെ പൊസിഷന് അവിടെ ദമ്മുള്ള ആളാണെങ്കിൽ നമ്മളെ ഈ ആംസ് ഉണ്ടല്ലോ ആംസ് നല്ല നമ്മുടെ ലോഡ് ചെയ്യാം കേട്ടോ. അവിടെ ലോഡ് ചെയ്യാം. എത്ര പവർ ലോക്ക് ആണെങ്കിലും പോരോ? അതുപോലെ എത്ര സ്ട്രോങ് ആക്കിയാലും ഈ ക്യാച്ച് ടൈറ്റ് ചെയ്യാൻ കഴിയില്ല. ടൈറ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. മനസ്സിലായോ? ടൈറ്റ് ഇത് ക്യാച്ച് വന്നതിന് ശേഷമാണ്. വന്നതിന് ശേഷം ടൈറ്റ് കേട്ടോ. ഒരു ക്യാച്ചായി അടിയിലേക്ക് പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. തല താത്തി തലടിക്ക് താത്തി താവാതെക്കാൻ അവിടെ ജസ്റ്റ് ഇവിടെ കൈ വെച്ചാൽ കൈ വെക്കാം. ഇവിടെ അങ്ങോട്ട് ബാക്ക്വേർഡ് ബെൻഡ് ചെയ്ത് കൊടുക്കണ്ടോ. ബാക്ക്വേർഡ് ബെൻഡ് ചെയ്യും ഇങ്ങോട്ട് താത്താതെക്കാൻ. ഇത് ക്യാച്ച് വന്നതിന് ശേഷം. ഓക്കെ നെക്സ്റ്റ്